എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പല ചാനലുകളും ചർച്ച ചെയ്ത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിനെ നമ്മൾ ഒരു പെണ്ണ് കേസിൽ നമ്മൾ സോളാർ എന്നല്ലേ ഇനി പറയാം, ആ ഒരു പെണ്ണ് കേസിൽ പിടിച്ചിട്ട് കുറേ ഉപദ്രവിച്ച് കുറേ ബുദ്ധിമുട്ടിച്ച്, അതില്ലാത്തൊരു കേസാണെന്ന് അറിയാമെങ്കിൽ പോലും കുറേ ബുദ്ധിമുട്ടിച്ച് ഇപ്പോൾ കുറേ ഉള്ള കേസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോർമലി പണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുമ്പ് സംസാരിച്ചിട്ടുള്ള മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളെന്നെല്ലാം പറഞ്ഞാൽ അതൊരു വശത്തോടെ നിൽക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും തെറ്റാണ്, തിരുത്തപ്പെടേണ്ടതാണ്, ശിക്ഷ അർഹിക്കുന്നതാണ്. പക്ഷേ സത്യത്തിൽ പൊളിറ്റിക്സ്, കേരള പൊളിറ്റിക്സ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഈ പെണ്ണ് കേസ്, പെണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള, കാരണം അവിടെ മുകേഷിനെ പറയുന്നു, ഇവിടെ രാഹുലിനെ പറയുന്നു, അങ്ങനെ പല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വികസനം, നാടിൻ്റെ നന്മ, ജനങ്ങൾക്ക് ഞാനിപ്പോൾ ഷാരിഖ് സംസുദ്ദീൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരളത്തിനകത്ത് നടക്കുമോ അവർ നടത്തുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഭയങ്കര ക്ലാരിറ്റി കേരളത്തിലെ ജനങ്ങളോടും അതുപോലെ തന്നെ കേരളത്തിനോടുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു വലിയ പ്ലാനിങ് ഉള്ളൊരു മനുഷ്യനാണ് ശരിക്കും വി.ഡി. സതീശൻ. അത്യാവശ്യം നല്ല നോളജും ഇതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വ്യക്തതയുള്ള ആളാണ്. പക്ഷെ അത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരു ടീം വേണം. ആ ടീം കോൺഗ്രസിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. കാരണം പലരും പല ഐറ്റാണ്. പക്ഷേ അയാൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഏത് ഭരണാധികാരി വന്നിട്ടും വി.ഡി. സതീശൻ പറയുന്നത് പോലെ കേരളത്തിനകത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അടിമുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് കേരളം എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിൽ ഈ പെണ്ണ് കേസ് മാത്രം പറഞ്ഞ് വികസനം പറയാതെ, മറ്റു കാര്യങ്ങൾ പറയാതെ, ഇപ്പോൾ ഇലക്ഷൻ വന്നു കഴിഞ്ഞിട്ടുള്ള ഈ മെയിനായിട്ട് പറയാനുള്ളത് ഈ പെണ്ണ് കേസാണ്. അത് പറഞ്ഞാലേ വോട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കേരളം എത്തി എന്നുള്ളതാണ്. എങ്ങോട്ടാണ് പൊളിറ്റിക്സ് പോയിക്കൊണ്ടിരിക്കുന്നത്? ശരിക്കും ജനങ്ങളെ കണ്ണിൽ പൊടിയിടുക, അല്ലെങ്കിൽ വന്ന വിഷയത്തെ മാറ്റുക, ഇതൊക്കെയാണ് സാധാരണ. ഇപ്പോൾ നമുക്കെതിരെ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നമ്മൾ അതിനേക്കാളും വലുതോടെ ഉണ്ടാക്കും, മാനിപ്പുലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിനെതിരെ നമ്മൾ സംസാരിക്കും. അപ്പോൾ നമ്മളെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ അവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കും. നമ്മൾ ചെയ്തൊരു തെറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. അത് വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. അത് മറ്റു പാർട്ടി ഇതുവരെ അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ അടുത്തായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ മറ്റൊരു പാർട്ടി ഇതുപോലെ ആരോപണം നേരിട്ടിട്ടുള്ള ആളെ ഉടനടി മാറ്റി നിർത്തുക, പിന്നീട് ജാമ്യം ലഭിക്കാതാവുക, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെ പറയുന്നത്. ഇത് ചില നേതാക്കന്മാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പിന്തുണ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിന് വേണ്ടിയായിട്ട് നല്ല രീതിയിൽ പല ചർച്ചകളിലും അതുപോലെ തന്നെ പൊതുസമൂഹങ്ങളിലൊക്കെ സംസാരിച്ച് വിജയം നേടാൻ കഴിവുള്ള ഒരാൾ കൂടിയാണ്. പല രീതിയിലും CPM എന്ന പാർട്ടിനെ പോയിന്റ് ചെയ്തിങ്ങായിട്ട് പല സമയങ്ങളിലും ഇൻസൾട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പിണറായി വിജയനെ പേരെടുത്ത് വിളിച്ചും എടാപോടാന്ന് വിളിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ CPMൻ്റെ പാർട്ടിക്കാർക്ക് അത് വലിയ തലവേദനയാണ്, അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ രാഹുൽ. അപ്പോൾ അവർ പരമാവധി ഇത്തരം ആളുകളെ ഒതുക്കാനേ നോക്കുള്ളൂ. അപ്പോൾ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് തെറ്റ് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന തെറ്റുകൾ രാഹുലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇങ്ങനെ ഒരു ട്രബിൾ ഇവിടെ ഉണ്ട് രാഹുലിനെ കൊണ്ട്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്ത് സ്കെച്ച് ചെയ്ത് ഇങ്ങോട്ട് ഒതുക്കി എന്നുള്ളതാണ്. അതുപോലെ ജനപിന്തുണയുള്ള മറ്റൊരുപാട് നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകളുണ്ട്. ഒരാൾ വീഡിയോയിൽ കണ്ട് ഷാഫി പറമ്പിലെ മോനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. ശരിയാണ്, കാരണം ജനപിന്തുണ കൂടുതൽ വരുമ്പോൾ ജനകീയരായിട്ടുള്ള നേതാക്കന്മാർ പാർട്ടിക്കകത്ത് ഉണ്ടാകുമ്പോൾ അവർ ഉറപ്പായിട്ടും എതിർ പാർട്ടിക്ക് ഒരു തലവേദനയാവും, അവർ ഒതുക്കുന്നുള്ളതാണ്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം പോലെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്സിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത്. ഒതുക്കേണ്ട ആൾക്കാരെ ഒതുക്കിയും മടക്കിയും തിരിച്ചും അങ്ങനെ തന്നെയാണ് കയറിയിട്ടുള്ളത്. അല്ലാതെ വെറും പൊളിറ്റിക്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം പറഞ്ഞിട്ടോ നമ്മുടെ വികസനം പറഞ്ഞിട്ടൊന്നുമല്ല. ഒതുക്കേണ്ട സ്ഥലങ്ങളിൽ ഒതുക്കിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ രീതി ശരിക്കും കേരളത്തിന് ഗുണകരമാവില്ല എന്നുള്ളതാണ്. ആരോഗ്യപരമായിട്ടുള്ളൊരു ഒരവസ്ഥയിലേക്കല്ല സത്യത്തിൽ കേരളം പോകുന്നത്. നമുക്ക് കേരളത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ നന്മ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതിനിടയിൽ ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ, ഒരുപാട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള പദ്ധതികൾ അവർ പ്ലാൻ ചെയ്തെങ്കിലും നമ്മുടെ അടുത്ത സംസ്ഥാനവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വിലക്കയറ്റം നമുക്ക് സഹിക്കാൻ പറ്റാത്തതിനേക്കാളും അപ്പുറത്താണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ടാക്സ് കുറച്ചിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും, കാരണം നമുക്ക് ഈ മദ്യം, അതേപോലെ തന്നെ പെട്രോള്, ഡീസൽ, ഫ്യൂവലിൻ്റെ ഒരു ഏരിയ, അതുപോലെ തന്നെ പോലീസിൻ്റെ ഈ പിരിവ്, തട്ടിപ്പ് എന്താ പറയുക, വഴിയരികിലെ അങ്ങനത്തെ ഒരു MBD പോലീസ് എന്നുള്ളത്. പിന്നെ അടുത്തത് വൈദ്യുതിയാണ്. വൈദ്യുതിയിൽ ആവശ്യമില്ലാത്ത കുറേ സർചാർജും ചപ്പും ചാർന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെയാണ് നമ്മളെ സോഴ്സ്. പിന്നെ കുറേ പ്രവാസികളുടെ ഫണ്ട് ഇവിടെ വന്ന് ഇറങ്ങുന്നതും എന്നുള്ളതാണ്. ഈ സോഴ്സ് എല്ലാ കാലവും ഉണ്ടാവും. പ്രവാസികളുടെ ഫണ്ട് എപ്പോഴും ഇവിടെ വന്ന് ഇറങ്ങും എന്നുള്ളത് നമ്മൾ
മറന്നേക്കണം. കാരണം അതൊരു സമയം കഴിഞ്ഞാൽ അത് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആൾട്ടർനേറ്റീവായിട്ടുള്ളൊരു പദ്ധതി നമ്മളിവിടെ പ്ലാൻ ചെയ്യണം. കേരളത്തിനകത്ത് പുതിയ പദ്ധതികൾ, ഒരുപാട് ആളുകൾക്ക് ജോലികൾ ലഭിക്കണം, കേരളത്തിനകത്ത് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാവണം. അതൊക്കെ ഈ വി ഡി സതീശൻ പറഞ്ഞതിൽ ഉണ്ടാവണം. കാരണം ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞെങ്കിലാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. അതിനൊരുപാട് കമ്പനികൾക്ക് അനുമതി കൊടുക്കണം. സർക്കാരിൻ്റെ കീഴിൽ തന്നെ കുറേ കമ്പനികൾ നടത്തിക്കൊണ്ട് പോകാവുന്നതാണ്. പുറത്തുള്ളവരാകുമ്പോഴല്ലേ സഹിക്കാൻ പറ്റാത്തത്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരുപാട് ആൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പല ജില്ലകളിലായിട്ട് പല തരത്തിലുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിന് നിലനിൽപ്പുണ്ട്. അല്ലാതെ എപ്പോഴും മദ്യത്തിൻ്റെ വരുമാനം, ആളുകൾ കള്ള് കുടിച്ച് കരൾ കേടാക്കി, അതേപോലെ തന്നെ ഈ പെട്രോളിയത്തിൻ്റെ ആളുകളെ കഴുത്തറുത്ത്, ഈ KSEBിൻ്റെ കഴുത്തറുത്ത്, അങ്ങനെ എല്ലാം ശരിക്കും നിലനിൽപ്പ്. ഇപ്പം തന്നെ ഏകദേശം എത്ര 4 എത്രയോ കോടി കടത്തിലാണ്, എത്രയോ ലക്ഷം കോടി കടത്തിലാണ് നമ്മൾ കേരളം ഉള്ളത്. അപ്പോൾ കൂടി വരികയാണ് ഓരോ സമയത്തും. ഇപ്പോഴും ഏകദേശം 1600 ഇപ്പോൾ പെൻഷൻ തുക കൂട്ടിയെന്ന് പറയുന്നുണ്ട്. അത്രയും തുക കൊടുക്കണമെന്നുണ്ടെങ്കിൽ കടമെടുത്തേ പറ്റുള്ളൂ. കടമെടുത്ത് കൊടുക്കും. അപ്പോൾ കടമെടുത്തിട്ട് ഇവിടം വരെ പോകുന്നുള്ളതല്ല, നമുക്ക് കടം വിടണം. കേരളത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആരോഗ്യം, അതേപോലെ തന്നെ വിദ്യാഭ്യാസം, അവിടെയൊക്കെ മെച്ചപ്പെട്ടിട്ടുള്ള സേവനങ്ങൾ വേണം. അപ്പോൾ അതിന് നമുക്ക് നല്ല പണം വേണം. എല്ലാ വികസനത്തിനും പണം വേണം. ഈ പണം വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള നല്ല വഴി കണ്ടുപിടിക്കണം. എക്കാലത്തും നല്ല ഒഴുക്കുള്ള ഒരു മേഖല നമ്മൾ കണ്ടെത്താന്നുള്ളതാണ്. കുറേ ഉണ്ടല്ലോ ഈ ഉപദേശക സമിതിയും, അതേപോലെ തന്നെ കുറേ എഞ്ചിനീയർമാരും കുറേ സർക്കാരിൻ്റെ ഭാഗമായിട്ട്. അവരൊക്കെ ഇരുന്ന് തീരുമാനിക്കുക എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാതെ ഈ സമയത്ത് ആക്രമിച്ചിട്ടും അതുപോലെ തന്നെ ഒരാളെ താഴ്ത്തി കെട്ടിയിട്ടും കേസൊക്കെ കോടതിയിലല്ലേ, അത് കോടതി നോക്കിക്കോളും. അതിലിനിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിന് വേണ്ടി മെച്ചപ്പെട്ട ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറയുന്നതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലായി രാഹുൽ എന്താ ചെയ്തെന്നുള്ളത്. പക്ഷെ അതിന് ചർച്ച ചെയ്തിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കേരളത്തിന് ഗുണമുള്ള കാര്യം സംസാരിക്കുക, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് എന്താണോ ഗുണം? കാരണം പുതിയ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയും ബോധ്യമുണ്ട്. ഈ പൊളിറ്റിക്സിൻ്റെ പുറകിൽ പോണ കുട്ടികളല്ല ഇപ്പോഴത്തത്. അതെനിക്ക് തോന്നുന്നത് ഒരു 90s വരെയൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കോളേജിലാണെന്നുണ്ടെങ്കിലും സ്കൂളിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾ അത്രത്തോളം ഫോളോ ചെയ്യണില്ല പൊളിറ്റിക്സ്. കാരണം ഏകദേശം മനസ്സിലായി എന്താ ഗെയിം എന്നുള്ളത്. അതിലൊരു കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് നാടിന് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം ഇനി കാഴ്ചവെച്ചെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. അല്ലാതെ മുമ്പത്തെ പോലെ എല്ലാവരും മണ്ടന്മാരാന്നുള്ള രീതിയിൽ ഈ ജനമെന്ന ഫോഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പല ഭാഗത്താക്കിയിട്ട് നിന്ന് തല്ലിക്കാന്നുള്ള ആ സാധനമൊന്നും പുതിയ കാലഘട്ടത്തിൽ നടക്കില്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വന്ന സംഭവം അതാണ്. നമ്മുടെ കേരളത്തിൻ്റെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാന്നല്ലാതെ ദിവസങ്ങളോളം ഒരാളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് അയാൾ തൂങ്ങി മരിച്ചാൽ തീരോ ഈ പ്രശ്നം? അപ്പോൾ അത് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളോട് ദേഷ്യം കാണിക്കാനായിരിക്കാം. പക്ഷെ അത് ഒരിക്കലും ഗുണം ചെയ്യൂല നമുക്ക് നമ്മുടെ നാടിന് എന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഈ വീഡിയോയിൽ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.